ഫ്രണ്ട്സ്, ഡിയർ ഫാമിലി വ്ളോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ട് രാവിലത്തെ കുറച്ച് വിശേഷങ്ങളുടെ വീഡിയോ ആയിട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇന്നത്തെ ദിവസം കുറച്ച് തിരക്ക് പിടിച്ച ദിവസമാണെന്ന് കുറേ പരിപാടികളുണ്ട്. ഫസ്റ്റത്തെ കാര്യം ആനിമോക്കൊന്ന് വയ്യാഞ്ഞിട്ട് 2-3 ദിവസമായി ഒരു വട്ടം കാണിച്ചതാണ്. ഇപ്പം ഇന്നലെ ഡോക്ടർ ഉണ്ടായിരുന്നില്ല, അപ്പം ഇന്ന് പോകണം. അപ്പോൾ ഹോസ്പിറ്റലിൽ പോകണം. പിന്നെ നാളെ കർക്കിടകം 1-ാം തീയതി തുടങ്ങുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കുറച്ചും കൂടി തട്ടിക്കൊട്ടാനുള്ളത് ഉണ്ട്. എല്ലാം കൂടെ കഴിഞ്ഞിട്ടില്ല, അപ്പം ഇന്നും കൂടി ഉണ്ട് കേട്ടോ. വേഗം ചോറും കറിയൊക്കെ ഉണ്ടാക്കിയിട്ട് ആ പരിപാടിക്ക് നിൽക്കണം. അപ്പോൾ ഇന്ന് ഞാൻ ദേവൂടിനെ കൊണ്ടുപോകാനും കൂടി നേരത്തെ കറി ഉണ്ടാക്കട്ടെ. അല്ലെങ്കിൽ എന്നും ഞാൻ അവന് വല്ല കിഴങ്ങ് പൊരിയോ സോയാബീൻ പൊരിക്കോ അല്ലെ ഉപ്പേരി മാത്രമേ ഉണ്ടാക്കാറുള്ളൂ. ഇന്ന് രാവിലെ തന്നെ കറിയും കൂടി ഉണ്ടാക്കിയാൽ പിന്നെ സമയം അതിന് ചിലവഴിക്കേണ്ടല്ലോ വെച്ചിട്ട് വേഗം കറിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ ചേമ്പും വെള്ളരിക്കയും കൂടി മോര് കറിയാണ് ഉണ്ടാക്കുന്നത്. ഫുള്ള് തിരക്കാട്ടോ. പിന്നെ അനിമോക്ക് വയ്യാന്ന് പറഞ്ഞത്, അപ്പോൾ അവൾ നീക്കുമ്പോഴേക്കും വേഗം പരിപാടികളൊക്കെ ഒരുക്കണം. ഇന്നലെ രാത്രിയൊക്കെ ഭയങ്കര ചുമയായിട്ട് ഛർദ്ദിക്കുക എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കുറുമ്പിലാണ് ആള്. അപ്പോൾ കറിയൊക്കെ വേഗം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ പറഞ്ഞു ചേമ്പാണെന്ന്. അതിൻ്റെ നല്ല പരാക്രമം എൻ്റെ കൈമ തന്നെ ഉണ്ട്. ചൊറിഞ്ഞിട്ട് വയ്യായിരുന്നു. കുറേ നേരം ഞാൻ അതുമ്പോൾ തന്നെ നിന്നിട്ടോ. അപ്പോൾ കറിയൊക്കെ ആയപ്പോഴേക്ക് അതിലേക്കുള്ള നാളികേരം, പിന്നെ ഇന്ന് ദോശയ്ക്ക് ചട്ടണിയാണ്. അപ്പോൾ ചട്ടണിക്കുള്ള നാളിയും കൂടി വേഗം ചരവിയിട്ട് അതൊക്കെ സെറ്റാക്കി ഇടുന്നു. ചിലപ്പോൾ കറണ്ട് പോകാനൊക്കെ ഇന്ന് ഫുള്ള് മഴയാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കറണ്ടും പോകുന്നുണ്ട്. അപ്പോൾ വേഗം അതിക്കൊക്കെ അരച്ച് വെച്ചിട്ടുള്ള ഈ പണി കിട്ടുമെന്ന് വെച്ചാൽ വേഗം അതൊക്കെ ചിരവി റെഡിയാക്കി സെറ്റാക്കിയിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് തിരക്ക് പിടിച്ച എന്തെങ്കിലും ജോലികളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ രാവിലത്തെ കടിയും അതുപോലെ ചോറിനുള്ള കറിയൊക്കെ പെട്ടെന്ന് കണ്ടുപിടിക്കണം കേട്ടോ. ആ ഒരു 2 കാര്യങ്ങൾക്കാണ് നമുക്ക് എപ്പോഴും സമയം വൈകുക. ചോറ് ഒക്കെ ആയിക്കഴിഞ്ഞാലും കറി എന്താണെന്നുള്ളത് കുറേ നേരം ആലോചിച്ചാലേ കിട്ടുള്ളൂ. അപ്പം ഞാൻ എന്ത് ചെയ്യും, ഇങ്ങനെ എന്തെങ്കിലും പരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് കറിയൊക്കെ സെറ്റാക്കി വയ്ക്കും. ഇന്ന് ആ കറി ഉണ്ടാക്കണം എന്നുള്ളത്. മറ്റത് അതിന് കുറേ നേരം സമയം പിടിക്കും. അങ്ങനെ അടുക്കളത്തെ ഏകദേശം പണികളൊക്കെ ഒരുങ്ങിയിട്ട് അപ്പോഴാണ് സമയം നോക്കിയത്. സമയമൊക്കെ 8 മണിയാവാനായിട്ടുണ്ട്. അപ്പോൾ വേഗം അവരൊക്കെ എണീപ്പിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ആനിമോൾ ഇതാ വയ്യാതെ കുറുമ്പ് പിടിച്ച് നിൽക്കണം കേട്ടോ. എന്താപ്പത് ദോശ കഴിച്ചാ? കഴിച്ചാ? എന്ന് ഏട്ടനാണ് കേട്ടോ ദേവൂടിനെ റെഡിയാക്കാറ്. ഇനി ഞാൻ റെഡിയാക്കിയപ്പോൾ എൻ്റെ പണികളൊക്കെ ഏട്ടൻ ഏറ്റെടുത്തിട്ടുണ്ട്. ഏട്ടൻ ദേവൂടിനുള്ള ചോറും കറികളൊക്കെ ഏട്ടനാണെന്ന് ആക്കിയിട്ടുള്ളത്. ഇപ്പോൾ 2 വയ്യാത്തതുകൊണ്ട് കുളിപ്പിച്ചിട്ടില്ല. ദേവൂട്ടനെ മാത്രം ഒന്ന് മേൽക്കി വെച്ചു. ആനിമോളെ ഇനി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ദേവൂട്ടിനെ ഞങ്ങൾ സ്കൂളിലേക്ക് പറഞ്ഞയക്കുന്നത് കുറച്ച് രംഗങ്ങളാട്ടോ. ആനിമോളാണ് പറഞ്ഞയക്കുന്നത്. ആനിമോളാണ് മെയിൻ. വേഗം ആനിമോളിപ്പോ അപ്പൊ അതിന്റെ ഇതാണ് അനിയത്തിക്കുട്ടിയാണ് സ്കൂളിലേക്ക് പറഞ്ഞിരിക്കുന്നത്. പോണതിന് മുമ്പ് ചെറിയ വികൃതി ഉണ്ട്. ജലദോഷം. അങ്ങനെ ഞങ്ങളെ കളിയും ചിരിയൊക്കെ കഴിഞ്ഞിട്ട് ആ ബസ് വന്നു. ദേവട്ടം പോയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ചാടിക്കാൻ നിൽക്കുന്നത് ആനിമോക്ക് പിന്നെ രാവിലെ തന്നെ കൊടുത്തതുകൊണ്ട് ആ ഒരു പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ചാവടിയൊക്കെ കഴിഞ്ഞപ്പോൾ ഡോക്ടറെ വിളിച്ചു. ഹോമിയോയിൽ ഡോക്ടർ ഉണ്ടോ ചോദിച്ചപ്പോൾ ഡോക്ടർ ഉണ്ട്. അപ്പോൾ വേഗം റെഡി ആവാം കേട്ടോ. അപ്പം എന്നെ ദേഷ്യം പിടിപ്പിക്കാനായിട്ട് അവിടെ ഓരോന്നും കാട്ടി നിൽക്കാട്ടെ. ഏട്ടങ്ങളിപ്പോൾ ഒന്ന് മാറി ഞാൻ വേഗം റെഡി ആവട്ടെ എന്ന് പറഞ്ഞിട്ട് ഏട്ടനെ തള്ളി മാറ്റി ഞാൻ വേഗം റെഡി ആവുകയാണേ.
ഇന്നലെ ഡോക്ടർ ഉണ്ടായിരുന്നില്ല, പിന്നെ വിളിച്ചപ്പോൾ ഇന്നലെ പോകണം വിചാരിച്ചില്ല, പക്ഷെ ഇന്നലെ വിളിച്ചപ്പോൾ ഡോക്ടർ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ പോവാണ് കേട്ടോ, അമ്മണീനെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോവാണ്. ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴിയാട്ടോ റോഡ് പണി നടക്കുന്ന കാര്യം ഞാൻ അറിഞ്ഞത്. അപ്പോൾ ഏട്ടൻ ഇങ്ങനെ പറയുകയാണ് ഈ സൈഡ് ഫുള്ളായിട്ട് ഇങ്ങനെ കെട്ടുകയാണ്, അതിൻ്റെ പണി നടക്കുകയാണ്. അപ്പോൾ റോഡാകെ അലങ്കോലമായിട്ട് കിടക്കുന്നുണ്ട്. ഞങ്ങൾക്ക് എന്തായാലും നല്ലൊരു കാലാവസ്ഥ കിട്ടിയിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് പോയി തിരിച്ചു വരുന്നവരെ. ഇന്നലെ ഡോക്ടർ ഇല്ലാത്തതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ 13 നമ്പർ ഇട്ട് കുറച്ച് നേരത്തെ കാത്തിരിപ്പിച്ച ശേഷം ഞങ്ങൾ ഡോക്ടറെ കാണിച്ച് പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഫ്രണ്ട്സ് ഞങ്ങളിതാ ഹോമിയോ പോയി തിരിച്ചൊക്കെ എത്തിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള പരിപാടികൾ തുടങ്ങട്ടെ കേട്ടോ. അവനിയെ മഞ്ഞിട്ടിയാ എത്ര മഞ്ഞിട്ടി? 3 മഞ്ഞിട്ടിയോ? നമ്മുടെ ഇന്നത്തെ പരിപാടികൾ തുടങ്ങാം കേട്ടോ. നാളെ കർക്കിടക മാസം 1-ാം തീയതിയാണ്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് ഭാഗം കൂടി തട്ടിക്കൊട്ടാനുണ്ട്. ഇപ്പം ഇടയ്ക്ക് ഇങ്ങനെ തട്ടിക്കൊട്ടണം വല്ലാണ്ടല്ല, എന്നാലും നമ്മൾ മലയാള മാസം തുടങ്ങാല്ലേ, അപ്പം അതുകൊണ്ട് എല്ലാ ഭാഗവും തട്ടിക്കൊട്ടുന്ന വീഡിയോയും കൂടിയാണ് ഇന്നത്തേൽ ഉൾപ്പെടുത്തുന്നത്. ഞാനവിടെ ഓരോ പണിക്ക് വേട്ടം ഇങ്ങനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ എന്താ വന്ന് നോക്കിയപ്പോഴാണ് നമ്മളെ കത്തിയൊക്കെ മൂർച്ചം കൂട്ടുന്ന ആൾ വന്നിട്ട്. അപ്പോൾ ആ കത്തിയൊക്കെ അതിനിടയ്ക്ക് മൂർച്ചൊക്കെ കൂട്ടി. ആദ്യം തന്നെ നമ്മൾ റൂം അതിനൊക്കെ വലിയ പറഞ്ഞില്ല, വേഗം റൂം ക്ലീൻ ആക്കിയിട്ട് നമുക്ക് ഉറങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മൾ വേഗം ഉറപ്പൊക്കെ ചെയ്തിട്ട് വേഗം തന്നെ നമ്മൾ റൂം സെറ്റ് ആക്കിട്ടോ. ഇടയ്ക്കിടയ്ക്ക് തട്ടുന്നതുകൊണ്ട് ഇത് വല്ലാണ്ട് പണിയില്ലാന്നാണ് വിചാരിച്ചത്. പക്ഷെ നോക്കിയപ്പോൾ ആകെ ഫുള്ള് പൊടിയും മാറാലയും ഒക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ മഴക്കാലം കൂടി ആയപ്പോൾ മാറാല പെട്ടെന്ന് വരുന്നുണ്ട്. ഇപ്പോൾ ദിവസവും തട്ടേണ്ട അവസ്ഥയായിട്ടുണ്ട്. ഇത് കണ്ടോ, കഴിഞ്ഞ ആഴ്ച ഞാൻ ഈ റൂം ഫുള്ള് ക്ലീൻ ചെയ്തത്. അപ്പോൾ എന്നാൽ കർക്കിടക മാസത്തിൽ വല്ലാണ്ട് പണി ഉണ്ടാവില്ല വിചാരിച്ചായിരുന്നു. ഇപ്പോൾ അത് നോക്കുമ്പോൾ വീണ്ടും അതേ പണി തന്നെ ആയിട്ടോ. പണ്ടൊക്കെ മണ്ണെണ്ണ അയക്കാറുണ്ട്, ഇപ്പോൾ മണ്ണെണ്ണയും കിട്ടാത്തതുകൊണ്ട് ആ ഒരു വഴിയില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ദിവസം തട്ടേണ്ട ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ നമ്മളെ വീട് നിൽക്കുന്നത്. എത്ര തട്ടിയിട്ടും കാര്യമല്ല, ദിവസവും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ അത് കുറയണമൊന്നുമില്ല. ഇന്നെന്തായാലും നല്ലൊരു കാലാവസ്ഥ കുറച്ച് നേരം കിട്ടിയിട്ടോ. പിന്നെ അങ്ങോട്ട് ഫുള്ള് മഴയായിരുന്നു. അതുകൊണ്ട് പിന്നെ ഉള്ളത്തെ ക്ലീനിങ് മാത്രമേ ചെയ്തുള്ളൂ. പുറത്തുള്ള തട്ടിക്കൊട്ടലൊന്നും നടന്നിട്ടില്ല. ഇനി നാളെ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് പുറത്ത് വല്ലാണ്ടൊന്നുമില്ല. റൂമിൽ തട്ടിക്കൊട്ടിയപ്പോൾ ഒന്നും പൊടിയാവണ്ട വിചാരിച്ചിട്ട് ഒരു ഭാഗത്ത് വെച്ചത്. അപ്പോൾ ആനിമോള് അവളുടെ കുട്ടികളും ഇല്ല തലക്കിനൊക്കെ എടുത്തിട്ട് ഇവിടെ ഫുള്ള് നിരത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇന്ന് അലക്കണായതോ ആയതുകൊണ്ട് ഞാൻ ഒന്നും പറഞ്ഞില്ല, അവളുടെ ഇഷ്ടത്തിന് നടക്കട്ടെ വിചാരിച്ചു. പിന്നെ ഇന്ന് പേട്ടുണ്ടായതുകൊണ്ട് അവളെ നോക്കാൻ ആളായിട്ടോ, അല്ലെങ്കിൽ തന്നെ വയ്യ. അപ്പം ഈ പൊടിയും കൂടി ആയാൽ കുറച്ചും കൂടി കൂടുന്നല്ലാതെ കുറയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഏട്ടൻ എന്തായാലും അവളെ നോക്കാൻ നിന്നു. അതിനിടയിൽ കൂടെ എനിക്ക് ചെയ്യാൻ പറ്റാത്ത ഓരോ കാര്യങ്ങൾക്ക് ഏട്ടനും കൂടിയിട്ടോ. അതുകൊണ്ട് എനിക്ക് അത്ര ബുദ്ധിമുട്ട് തോന്നിയില്ല. പിന്നെ ഏട്ടനെ വിളിക്കുമ്പോൾ കൂടെ ഒരാളും കൂടിയും പോരും. ഇഷ്ടം പോലെ പൊടിയായതുകൊണ്ട് ഞാൻ അവളെയും കൂട്ടി നിങ്ങൾ രണ്ടാളും കൂടി പോയിക്കോളി, ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തോളാം പറഞ്ഞു രണ്ടാളും കൂടിയാണ് പറഞ്ഞയച്ചിട്ടോ. ഏട്ടനും കൂടി ഇവിടെ ഉണ്ടായതുകൊണ്ട് കട്ടിലൊക്കെ കുറച്ച് നീക്കണം, അതിൻ്റെ ഉള്ളൊക്കെ ഫുള്ള് ക്ലീൻ ആക്കിട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ തട്ടിക്കൊട്ടുന്നതുകൊണ്ട് വല്ലാണ്ട് കുപ്പിയൊന്നും ഉള്ളിൽ ആകെ അത്രേ കിട്ടുള്ളൂ. മറ്റേത് ഈ ബോക്സിൻ്റെ കട്ടിലാകുമ്പോൾ അത്യാവശ്യം നല്ല പൊടി ഉണ്ടാവും കേട്ടോ അതിൻ്റെ ഉള്ളിൽ. അപ്പം അങ്ങനെ മൊത്തത്തിൽ എല്ലാം ക്ലീനിങ്ങും പെട്ടെന്ന് കഴിഞ്ഞു. ആനിമോൾ ചേട്ടനും ഇവിടെ കളിച്ചിരിക്കുന്നു കേട്ടോ. എല്ലായിടത്തും ആകെ അലങ്കോലെ കിടക്കുന്നതുകൊണ്ട് ഇവിടെ ഞാൻ പിന്നെ ലാസ്റ്റാണ് ചെയ്തത്. ഗൗലിയുടെ സ്ഥിരം കേന്ദ്രം കേട്ടോ. ഇങ്ങനെ നമ്മളെപ്പോഴും ഇങ്ങനെ വലിച്ചിട്ടൊന്നും തുടയ്ക്കാത്തതുകൊണ്ട് ഇവിടെ ഇഷ്ടം പോലെ ഗൗലികളാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു.